പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ഊർജ പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി വാണിജ്യ പാചക ആവശ്യങ്ങൾക്ക് എഥനോൾ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത പരിഗണിച്ച് കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് ആഗോള പാചകവാതക വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും അതിനെ തുടർന്ന് ഊർജ്ജ മേഖലയിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധിയും കണക്കിലെടുത്ത് വാണിജ്യ പാചക ആവശ്യങ്ങൾക്കായി എഥനോൾ ഇന്ധനമായി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത വിശദമായി പരിശോധിച്ചു വരികയാണ് കേന്ദ്ര സർക്കാർ. പാചകവാതക വിലയിലുണ്ടായ കുതിച്ചുചാട്ടവും വാണിജ്യ സ്ഥാപനങ്ങൾക്ക് നേരിടുന്ന നഷ്ടവും പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. വ്യവസായ രംഗത്തെ പ്രതിനിധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശപ്രകാരം രാജ്യത്ത് അധികമായി ലഭ്യമായ ഏകദേശം 1000 കോടി ലിറ്റർ എഥനോൾ വാണിജ്യ പാചക ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കാനുള്ള സാധ്യതയാണ് തേടുന്നത്. ഇത് സംബന്ധിച്ച വിശദമായ ധവളപത്രം ഉടൻ മന്ത്രിസഭാതല സമിതിക്ക് സമർപ്പിക്കുമെന്നാണ് വിവരം. LPGക്ക് പൂർണ്ണ പകരമായി എഥനോൾ ഉപയോഗിക്കാനാവില്ലെങ്കിലും അനുബന്ധ ഇന്ധനമായി പ്രത്യേകിച്ച് വൻകിട വാണിജ്യ പാചക മേഖലകളിൽ, പ്രത്യേകിച്ച് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, വിമാനത്താവളങ്ങളിലെ ഭക്ഷണശാലകൾ തുടങ്ങിയ വൻകിട വാണിജ്യ പാചക മേഖലകളിൽ എഥനോൾ പ്രായോഗികമായി ഉപയോഗിക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഇന്ധന ഇറക്കുമതിയിലുള്ള ആശ്രിതത്വം കുറയ്ക്കുകയും ആഭ്യന്തര ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. ഗവൺമെന്റുമായി സഹകരിച്ച് സുരക്ഷാ സാങ്കേതിക മാനദണ്ഡങ്ങൾ രൂപീകരിക്കാനും പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗം ആരംഭിക്കാനും രാജ്യത്തെ വ്യവസായ പ്രതിനിധികൾ ഇതിനോടകം സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട മന്ത്രാലയ സമിതിക്ക് സമർപ്പിക്കുന്നതിനായുള്ള വിശദമായ നിർദ്ദേശം അവർ തയ്യാറാക്കി വരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എഥനോൾ എന്നത് കരിമ്പ്, കേടായ ധാന്യങ്ങൾ എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പുനരുപയോഗയോഗ്യമായ ജൈവ ഇന്ധനമാണ്. നിലവിൽ പെട്രോളിൽ എഥനോൾ സാന്നിധ്യം വർദ്ധിപ്പിച്ച് വ്യാപകമാക്കാനുള്ള ശ്രമങ്ങളിലാണ് കേന്ദ്ര സർക്കാർ. ഇന്ധനത്തിനു പുറമെ പെയിന്റ്, പെർഫ്യൂം, ക്ലീനിംഗ് ഏജന്റുകൾ തുടങ്ങിയ വ്യാവസായിക ആവശ്യങ്ങൾക്കും എഥനോൾ പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. ഓൾ ഇന്ത്യ ഡിസ്റ്റിലേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറക്കുമതി ചെയ്യുന്ന ഒരൊറ്റ ഇന്ധന സ്രോതസ്സിനെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ഊർജ്ജ മിശ്രണം വൈവിധ്യവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി വ്യക്തമാക്കുന്നത്. നിലവിൽ പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്നതിനായി രാജ്യത്ത് ഏകദേശം 1000 കോടി ലിറ്റർ അധിക എഥനോൾ ലഭ്യമാണ്. നവംബർ മുതൽ ഒക്ടോബർ വരെ നീളുന്ന എഥനോൾ വിതരണ വർഷത്തിൽ ഫെബ്രുവരി 28 വരെ 353 കോടി ലിറ്ററിലധികം എഥനോൾ മിശ്രണത്തിനായി ഉപയോഗിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഹൈട്രസ് എഥനോൾ പോലുള്ള കുറഞ്ഞ ചെലവിലുള്ള വകഭേദങ്ങൾ വാണിജ്യമായി പ്രായോഗികമാണെന്ന് വ്യവസായ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കിലോഗ്രാമിന് ഏകദേശം 70 രൂപ മാത്രമാണ് ഇതിന്റെ വില. LPGയുടെ വില ഏകദേശം 103 രൂപയായ സ്ഥാനത്താണ് ഈ കുറഞ്ഞ വിലയിൽ എഥനോൾ ലഭ്യമാകപ്പെടുന്നത്. എന്നാൽ എഥനോളിന്റെ കലോറിഫിക് മൂല്യം കുറവായതിനാൽ LPGയുടെ അതേ ഊർജ്ജഫലം നേടാൻ കൂടുതൽ അളവിൽ ഇന്ധനം ആവശ്യമായി വരും. പാചക ആവശ്യങ്ങൾക്കായി എഥനോൾ ഉപയോഗപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷാ തന്ത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ വരും നാളുകളിൽ എഥനോളിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനാണ് സാധ്യതയെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.